എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അരുണിമേച്ചി. വരൂ. ശാലു, ആന്റിയുടെ അങ്കിളുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കേ. എന്നെ അനുഗ്രഹിക്കണം ആന്റി. എത്രയും പെട്ടെന്നൊരു നല്ല കുടുംബജീവിതം. അരുണിമേച്ചി അനുഗ്രഹിച്ചില്ലേ, ഇനി ചേച്ചി ആഗ്രഹിച്ചതുപോലെ അവളുടെ കല്യാണം നടന്നോളും. എന്താണോ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പുറപ്പെടാൻ നോക്ക്. എന്നാ വാ, പോയിട്ട് വരട്ടെ. നിതിൻ, ഏയ് നിതിൻ, വെള്ളം എടുത്തോണ്ടോ? കണ്ണ് തുറക്കും മോനെ. ഇതിപ്പോ എന്ത് പറ്റിയതാ? അറിഞ്ഞൂടാ, പെട്ടെന്ന് നിന്ന് നിപ്പി വീണതാ. കണ്ണ് തുറക്കും നിതിൻ. എന്ത് പറ്റി നിനക്ക്? അറിയില്ല മിഥുനേട്ടാ, പെട്ടെന്ന് തല ഇറങ്ങി. രാവിലെ നീ ടാബ്ലറ്റ്സ് കഴിച്ചായിരുന്നോ? കഴിച്ചില്ല മിഥുനേട്ടാ, മറന്നു പോയായിരുന്നു. കണ്ടോ, ഇവൻ കൊച്ചുകുട്ടിയല്ലേ, നമ്മള് വേണം ഇതൊക്കെ ഓർത്തു കൊടുക്കാൻ. നീയല്ലേ ഇത് കൊടുക്കേണ്ടത്? ഞാനും മറന്നുപോയി മിഥുനേട്ടാ. ആ പോട്ടെ, ആ മരുന്ന് എടുത്തോണ്ട് വാ. ഇപ്പൊ എങ്ങനെയുണ്ട് നിതിൻ? ഇപ്പൊ ഓക്കെയാ മിഥുനേട്ടാ. ഞാൻ നോക്കിക്കോളാം മോനെ. നിതിൻ, പോവാൻ നമുക്ക്. ഇന്ന് ഞാൻ മേഘനേച്ചിയുടെ കൂടെ നിന്നോളാം. അങ്ങനെ പറയല്ലേ മോനെ, വാ നമുക്ക് പോവാം. ഇല്ല ചെറിയമ്മേ, ഞാൻ ഇന്ന് മേഘനേച്ചിയുടെ കൂടെ നിന്നോളാം. അവൻ നിക്കട്ടെ ചെറിയമ്മേ, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടാക്കാം. സുഖമില്ലാത്ത കുട്ടിയല്ലേ അവൻ, 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. മോനും അങ്ങനെയാണോ പറയുന്നേ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആരുന്ധതി, തിരക്കിനിടയ്ക്ക് ഞാനും പറയാൻ വിട്ടുപോയി. എന്താ അമ്മ പറഞ്ഞു? കല്യാണശേഷം മറുവീട് പോയി വരുന്ന ഒരു ആചാരമല്ലേ, അതോടങ്ങ് ചെയ്തു തീർത്താ ഇവരുടെ കല്യാണ ചടങ്ങ് പൂർണ്ണമായ പോലെ. അമ്മ എന്താ ഈ പറയുന്നേ? പിന്നെ അല്ലയോ, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ അച്ഛമ്മേ? അതോടെ കഴിഞ്ഞാൽ മാത്രമേ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ ഉറപ്പുള്ളതാകൂ മോനെ. പൂർവികരായിട്ടുണ്ടാക്കിയ ആചാരങ്ങളെല്ലാം അനുസരിക്കാനുള്ളതാ. അല്ല, അവർക്കതൊക്കെ വീണ്ടും ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അത് ഞങ്ങളുടെയും കൂടെ കടമയല്ലേ. ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു, അപ്പോഴേക്കും അമ്മ അത് പറഞ്ഞു. നല്ലൊരു മുഹൂർത്തം നോക്കി അതുകൂടെ അങ്ങ് നടത്താം. അതെന്തിനാ വൈകിക്കുന്നേ? നാളെ നല്ല ദിവസമാണല്ലോ, നാളെ തന്നെ അങ്ങ് നടത്താം. അരുണിമേച്ചി എന്ത് പറയുന്നു? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കും സമ്മതം. നന്നായി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ഞങ്ങൾ വരട്ടെ. ചാരു, എന്താ നോക്കി നിക്കുന്നേ? ഇവിടെ തന്നെ നിക്കാനാണോ പ്ലാൻ? വന്നേ, വാ മോളെ. വാ.
ശാലു, മേഘനയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാ. മുഖം ആകെ വാടി, ഒരു മിണ്ടാട്ടോ ഇല്ലല്ലോ. എന്താടി നിന്റെ പ്രശ്നം? ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസും ഉണ്ട്, ഒരു ഇറിറ്റേറ്റിംഗ് ആയ ന്യൂസും ഉണ്ട് മമ്മി. അതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ആദ്യം ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്താണെന്ന് പറയടി. മേഘനയോട് മിഥുന് യാതൊരു തരത്തിലുള്ള അടുപ്പമില്ല മമ്മി. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അവൻ ആ മേഘനയുടെ ഫോട്ടോ എടുത്ത് വലിച്ചെറിയുന്നത് കണ്ടു. അങ്ങനെ ചെയ്തവൻ അവളെ അവന്റെ പരിസരത്തേക്ക് അടുപ്പിക്കൂ. നീ പറയുന്നത് സത്യമാണോ? അതെ മമ്മി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ നാട്ടുംപുറത്തെ പൗഡർ പൂശിയ മുഖത്തിന് നഗരത്തിലെ പെർഫ്യൂം ബോഡി സെറ്റ് ആവില്ലെന്ന്. അതല്ല ശാലു, നീ കുബേരന്റെ കൊട്ടാരത്തിൽ വാഴുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. എന്നാലും മിഥുനും മേഘനയും തമ്മിൽ അടുപ്പില്ലെന്ന് ഉറപ്പിക്കാതെ എങ്ങനെയാ? അവന്റെ പുറകെ നടന്ന് സമയം കളഞ്ഞ ഇപ്പഴത്തെ വിവേകം കൈവിട്ടു പോകുന്ന ഓർത്തോ. അതിരിക്കട്ടെ, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞേ. മിഥുന്റെ പുറകെ പ്രണയം പറഞ്ഞോണ്ട് വേറൊരുത്തി കൂടെ ഉണ്ട്. എന്തിനും ഏതിനും ആ മഞ്ജരി അവന്റെ കൂടെ തന്നെയുണ്ട്. ആണോ മോളെ? അയ്യോ അതെ മമ്മി, മിഥുനും മഞ്ജരിക്കിടയിൽ എന്തോ ഉണ്ട്. മുഴുത്ത പ്രേമാന്നാ എന്റെ സംശയം. ഇതാ ഇപ്പൊ നന്നായേ. അവിടെ ഇങ്ങനെ വലിയ മാറ്റർ നടക്കുന്നതിനിടയ്ക്ക് നിന്റെ മീറ്റർ നീ എവിടെ കൊണ്ട് സെറ്റ് ചെയ്യൂടി? അതിനെക്കുറിച്ചാ ഞാനും ചിന്തിക്കുന്നത്. അറിയാതെ മിഥുന്റെ മേത്തേക്ക് വീണതിന് മഞ്ജരി ലാൻഡ് മൈൻ പോലെയാ പൊട്ടിത്തെറിച്ച്. ഞാൻ അവിടെ നിന്ന് കത്തുമ്പോ അതുപോലും ശ്രദ്ധിക്കാതെ മിഥുൻ അവളെയാ സമാധാനിപ്പിക്കാൻ നോക്കിയത്. എന്നുവെച്ചാ അവിടെ മാറ്റർ മാത്രമല്ല നടക്കുന്നത്, മീറ്റർ സ്പീഡിൽ ഓടുന്നുണ്ടെന്നർത്ഥം. ശരിയാണ് മമ്മി. ഇപ്പൊ മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞതല്ലേ. മിഥുന്റെ പാത കല്ലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ നിറഞ്ഞതാ. അവന്റെ പുറകെ പോയ നിനക്കാടി ഡാമേജ്. ഒന്നുമില്ല മമ്മി, ഇപ്പൊ മേഘനയുടെ ഒപ്പം ആ മഞ്ജരിയും കൂടെ എന്റെ ശത്രുവായി മാറിയിരിക്കുക. സത്യം എന്താന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. എന്നിട്ട് ഞാൻ എന്റെ വഴി ക്ലിയർ ആക്കിക്കോളാം. എങ്ങനെങ്കിലും ഒടുവില മിഥുനെ ഞാൻ എന്റെ സ്വന്തമാക്കും. അങ്ങനെ എനിക്ക് അവരോടുള്ള പക പോക്കണം. ശ്രീകുമാരേ, ശ്രീദേവി, ശ്രീകുമാരേ, ശ്രീദേവി. ഈ പണിക്കാരൊക്കെ എവിടെ പോയി കിടക്കാണോ ആവോ? ശ്രീദേവി, എന്തു പറ്റിയച്ചമ്മേ? പൂജയ്ക്ക് ഉപയോഗിച്ച അക്ഷതയും പൂക്കളും അടുക്കളയിൽ കൂട്ടിയിട്ടേക്കാണല്ലോ. കണ്ടിടത്തൊക്കെ അത് കൂട്ടിയിരുന്നത് അരിഷ്ടതയാ മോളെ. അതെല്ലാം ഭാര്യ എടുത്ത് വല്ല കുളത്തിലോ ഒഴുക്ക് നീറ്റിലോ കൊണ്ട് കളയണം. പണിക്കാരോട് പറയാന്ന് വെച്ചാ ഒന്നിനെയും കാണുന്നില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛമ്മേ. നീ എന്തിനാ മോളെ ബുദ്ധിമുട്ടുന്നേ? അതൊന്നും സാരമില്ല. എല്ലാം കൂടെ ഒരു കവറിനകത്താക്കി പണിക്കാരുടെ ആരെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം. എന്നാ ശരി മോളെ. ഇതെല്ലാം വാരി എടുത്ത് കവറിലാക്കണം. കവർ എവിടെ ഇരിക്കുന്നേ? ആ, I'll call you back. എന്താ ഏട്ടനിവിടെ? ഏട്ടന് വല്ലതും വേണോ? എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമായിരുന്നു. ഏട്ടൻ നിൽക്ക്, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം.
ഇതായിട്ടാ വെള്ളം. താങ്ക് യു. മേഘനെ, ആ, മതി. മേഘനെ, എന്തു പറ്റും മിഥുനേട്ടാ? നല്ല തലവേദന. എനിക്ക് ഒരു കോഫി ഉണ്ടാക്കി തരാൻ പറ്റുമോ? ആണോ ഏട്ടാ? ദേ ഇപ്പൊ തന്നെ ഇട്ടോണ്ട് വരാം. ഒന്ന് നിക്ക്. എന്തു പറ്റി മിഥുനേട്ടാ? എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്റെ കൈതട്ടി താരം താഴെ വീണു. അയ്യോ, ഏട്ടൻ എന്തിനാ അതൊക്കെ എടുക്കുന്നേ? അതൊക്കെ ഞാൻ നോക്കില്ലേ. അവിടെ നിക്കേ. മിഥുനേട്ടാ, തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഇത് ചൂടോടെ കുടിച്ചേ. അത് ചൂടാറിപ്പോവും. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഏട്ടൻ അങ്ങോട്ട് മാറി നിൽക്ക്. കുടിക്ക്. ആ ഫോട്ടോ കാണുന്നില്ലല്ലോ. തൽക്കാലം രക്ഷപ്പെട്ടെന്ന് കരുതാം. ഇനി ഇവള് പോയിട്ട് തപ്പിയാ മതി. ഞാൻ വെക്കാൻ ചേച്ചി. നിതിൻ, ഇങ്ങി വന്നേ. എന്താ ചെയ്ത ഇവരങ്ങൾ?
നിന്റെ ചേച്ചി എല്ലാ പണിയും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നീ കൂടി ചെയ്യുന്നത്? അങ്കിളിനറിയോ, എത്ര വലിയ ജോലിയാണെങ്കിലും സഹായിക്കാൻ ഒരു കൈ കൊടുത്താൽ ആ പണി എളുപ്പമാവുന്ന പറയാറ്. അതുകൊണ്ടാ ഞാൻ ചേച്ചിയെ സഹായിക്കാൻ കൂടെ കൂടിയത്. അല്ല അതിരിക്കട്ടെ, ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞു തന്നെ? വേറെ ആര് പറയാൻ? ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ എന്റെ മേഘനേച്ചി എന്നെ പറഞ്ഞു തരുന്നത്. ശരിയല്ലേ അങ്കിളെ? ഒരാള് ചെയ്യുമ്പോ അത് വലിയ പണിയാ, രണ്ടാളും പപ്പാതി ചെയ്യുമ്പോ ഭാരം കുറയില്ലേ? കൊച്ചു പ്രായാണെങ്കിലും എത്ര പക്വതയോടുകൂടി അവൻ സംസാരിക്കുന്നത്. അച്ചമ്മയ്ക്ക് മുട്ടുവേദന ഉള്ളതല്ലേ? അതേടാ മോനെ. മുട്ടുവേദന ഉള്ള ഒരാള് കയ്യിലൊരു വടി കരുതണമെന്നാ. അച്ചമ്മയ്ക്ക് അതില്ലല്ലോ. അപ്പൊ അച്ചമ്മയുടെ ഊന്നോടിയപ്പോ ഞാനാ. വാ അച്ചമ്മേ, എന്റെ തോളത്ത് കൈയിട്ടോണ്ട് നടന്നു. വാ അച്ചമ്മേ. ഇവ മേഘനയുടെ തനി പകർപ്പാണല്ലോ. ഈ സ്വഭാവമൊക്കെ ചെറുപ്പം തൊട്ടേ നിതിനുണ്ട് അച്ഛമ്മ. ഈ സ്വഭാവമൊക്കെ വളർത്തിയവരുടെ ഗുണമാണെന്ന് വേണം പറയാൻ. മേഘനയായാലും ചാരു ആയാലും നിധിനായാലും എത്ര സംസ്കാരത്തോടെ വളർന്നിരിക്കുന്നേ. ആർക്കും കുറ്റം പറയാനാവില്ല. തെറ്റുകൾ ഒട്ടും തന്നെയില്ല. ഒരാൾക്കും ഒട്ടും കുറ്റം പറയാനും ആവില്ല. വല്യച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. നിതിനെയും ചാരുമതിയെയും പ്രത്യേകിച്ച് മേഘനയുടെയും കണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ചേച്ചി, മിഥുനേട്ടനെ കാണുന്നില്ലല്ലോ. വിവേക്, വല്യേട്ടനെവിടെ? ഞാൻ കണ്ടില്ല വല്യച്ഛ. മോളിലുണ്ടോന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം കേട്ടോ. മിഥുനും മഞ്ജരിയും കൂടി മേലോട്ട് പോയതല്ലേ? അവര് തനിച്ചുള്ളപ്പോ ഇവൻ അങ്ങോട്ട് പോകുന്നത് അപകടമാണല്ലോ. എങ്ങനെയാ ഇവനെ പിടിച്ചു നിർത്തുക? എടാ നിതിനെ, അവര് താഴേക്ക് വന്നോളൂ, നീ വന്ന് കഴിക്ക്. ശരിയാടാ മോനെ, നീ ഇപ്പൊ തന്നെ വെറുതെ മുകളിലേക്ക് പോന്നേ. ചുമ്മാ പടികേറി ഇറങ്ങിയാലേ എന്നെ പോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ നിനക്കും മുട്ടുവേദന ഉണ്ടായല്ലോ. എനിക്കെങ്ങനെയൊന്നും വരില്ല അച്ചമ്മേ. ഞാൻ ചെന്ന് മിഥുൻ ചേട്ടനെ വിളിച്ചോണ്ട് വരാം. വാട്ട് ഈസ് ദിസ് മഞ്ജരി? നമ്മൾ സ്നേഹിച്ചത് ദിവസവും ഇങ്ങനെ വഴക്കൂടാൻ വേണ്ടിട്ടായിരുന്നോ? നമുക്കിടയിൽ അങ്ങനെ വല്ലതും ഉണ്ടെന്ന് മിഥുൻ മറന്നിട്ട് കുറെ നാളായല്ലോ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ഞാൻ എങ്ങനെ മറന്നു? കുറച്ചു നാള് മുൻപ് ഓരോ ദിവസവും 100 വട്ടം ഐ ലവ് യു പറയുമായിരുന്നു. നിന്റെ ലൈഫിലേക്ക് മേഘന വന്ന ശേഷം ലവ്വും ഇല്ല, ലവ് യു എന്ന വാക്കുമില്ല. ഇതിനു മുമ്പ് ഞാൻ സിംഗിൾ ആയിരുന്നു, ഇപ്പൊ മാരീഡ് ആണ്. അപ്പൊ അന്നും ഇന്നും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? എന്താ നീ എന്തോ ശരിക്കും അങ്ങ് മേഘനയെ വൈഫായി ആക്സെപ്റ്റ് ചെയ്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇപ്പോ ശരിക്കും ഭാര്യാഭർത്തൃബന്ധം തുടങ്ങിയോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്റെ മഞ്ജരി. ഓ അതെയോ? അപ്പൊ മേഘന വിളക്കുമായി വന്നപ്പോ അവളുടെ അരികത്ത് പോയി ഒട്ടി നിൽക്കുന്ന കണ്ടല്ലോ. മിഥുൻ ചേട്ടാ, മിഥുൻ ചേട്ടാ, മിഥുൻ ചേട്ടൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹോളിലുമില്ല, റൂമിലുമില്ല. മിഥുൻ ചേട്ടൻ വേറെ എവിടെ പോയതായിരിക്കും? മിഥുൻ ചേട്ടാ എവിടെയാ? മിഥുൻ ചേട്ടാ, ഉത്തരം പറ മിഥുൻ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലെന്നുണ്ടോ? എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ. പൂജയ്ക്ക് അവളുടെ അരികത്ത് എന്തിനു പോയിരുന്നു? അത് അച്ഛനോട് പോയിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ എല്ലാത്തിനും നേരത്തെ മറുപടി കണ്ടുവച്ചിരിക്കുക. നീ അപ്പൊ വേണ്ടാത്ത ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നേ. സിംഗിൾ ആയിരുന്ന എന്റെ ജീവിതത്തിലേക്ക് നീ ഭാര്യയായിട്ട് കടന്നു വരേണ്ടതിന് പകരം നിർബന്ധിച്ച് നീ എന്നെ കൊണ്ട് ആ മേഘനയെ കല്യാണം കഴിപ്പിക്കുകയല്ലായിരുന്നു.
എന്നിട്ടിപ്പോ അവളുടെ അരികിൽ നിന്നാ പോലും നിനക്കത് സഹിക്കാനും പറ്റുന്നില്ല. ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ടു ഡു. തെറ്റ് ചെയ്തത് നീയാണോ ഞാനാണോന്ന് ചിന്തിക്ക്. നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ലെറ്റ് മീ ടോക്ക്. നീയാണ് എന്നെ കൊണ്ട് മേഘനയുടെ കഴുത്തിൽ താലി കെട്ടിച്ചത്. ആധികാരികമായി അവളെ എന്റെ ജീവിതത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് അവളിപ്പോ എനിക്ക് ബന്ധമില്ലാത്ത വ്യക്തിയൊന്നുമല്ല, എന്റെ ജീവിതവുമായി ഇഴചേർന്നവളാ. അവളെ കാണരുത് മിണ്ടരുതെന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യമല്ല. ആ നോട്ടവും സംസാരവും കാരണം നീ അവളോട് കൂടുതൽ അടുക്കുമോ എന്നുള്ളതാണ് എന്റെ പേടി. എന്നാ ഈ ജ്യൂസ് പിടിക്കേ. മേഘനയ്ക്ക് അവളോട് അടുപ്പം കൂടുമ്പോ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് പേടിയാവുന്നു ഇത്. എന്നെ നീ ഒരിക്കലും അകറ്റി നിർത്തില്ലല്ലോ അല്ലെ? ഒരിക്കലും നീ ആ മേഘനയായിട്ട് അടുക്കില്ലല്ലോ? ഓ മിഥുനേട്ടൻ ഇവിടെ നിൽക്കായിരുന്നോ? അവിടെ എല്ലാരും കഴിക്കാൻ വെയിറ്റ് ചെയ്യാ. നീ പൊയ്ക്കോ നിതിൻ, ഞങ്ങൾ പിന്നെ വന്നോളാം. അത് പറ്റില്ല, ഇപ്പൊ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മിഥുനേട്ടൻ എന്റെ കൂടെ വന്നേ. വാ മിഥുനേട്ടാ. പെട്ടെന്ന് ഇറങ്ങി വാ. എല്ലാരും ഇവിടെ മിഥുനേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാ. അളിയനെ കുഞ്ഞളിയൻ പിടിച്ചു പിടിയാലെ തന്നെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അവൻ എല്ലാരോടും വലിയ സ്നേഹമാ. പ്രത്യേകിച്ച് മിഥുനേട്ടനെന്ന് പറഞ്ഞാ പിന്നെ അവന് 100 നാവാ. ഈശ്വര, അപ്പൊ അവരെ ഒന്നിച്ചിവൻ കണ്ടില്ല എന്നർത്ഥം. ഇതെന്താ ചെറിയമ്മേ, എല്ലാവരും മേഘനയെ വാനോളം പുകഴ്ത്തുവാണല്ലോ. നമ്മള് മഞ്ജരിയുടെ കാര്യത്തിൽ അങ്ങനെയല്ലേ, അതുപോലെയാണ് ഇവർക്ക് മേഘന. മിഥുനേട്ടൻ എവിടെ ഇരിക്കി? ആ മിഥുനേട്ടനടുത്ത് ഞാനാ ഇരിക്കുന്നേ. മോളെ മേഘനെ, മിഥുന് വിളമ്പി കൊടുക്ക്.